ആദാബ് സാത്തിയോ BUDC 101ൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ദാസ്താനോമെ മുആശറത് കി അക്കാസി എന്നുള്ളതാണ് ഇന്നത്തെ ചാപ്റ്റർ. നമുക്കപ്പോൾ നേരെ പാഠഭാഗത്തേക്ക് പോവാം. ദാസ്താനോമ മുആശറത് കി അക്കാസി എന്ന് പറഞ്ഞാൽ ഈ ദാസ്താനുകളിൽ സമൂഹത്തിൻ്റെ പ്രതിഫലനം എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ദാസ്താൻ എന്ന് പറയുന്നത്, ദാസ്താൻ കാ ബുനിയാദി മക്സദ് തഫ്രീഹി ബഹം പഹുഞ്ചനാഹെ അല്ലേ. നമുക്കറിയാം, വിനോദത്തിന് വേണ്ടിയാണ് ശരിക്കും ദാസ്താൻ എന്നുള്ള സൃഷ്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇൻസാനി ജിന്ദഗിക്ക് തമാം പഹലുവും ഇസ്മേ ബയാൻ കിയാ ഹെ. പക്ഷേ വിനോദത്തിന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിലും ആ കാലഘട്ടത്തുള്ള മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചതായിരുന്നു അന്ന് കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഓരോ ദാസ്താനുകളും. എന്നുവെച്ചാൽ അവരുടെ ഹുർദ് വ നൗഷ്, കാന പീന, ലിബാസോം, ഷാദി, തഫ്രീഹി മുഷാഇൽ, മസ്ഹബി തഹ്വാർ, റിസം വ റിവാജ്, ജാഗ് ജീത്തി, ആദാബ് വ ഇത്വാർ, ഇതെല്ലാം ഓരോ ദാസ്താനുകളിലും നല്ല രീതിയിൽ തന്നെ ദാസ്താനികാറുകൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ഹുർദ് വ നൗഷ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണ രീതികൾ എന്നാണ് കേട്ടോ. ഭക്ഷണം, അതേപോലെ കാന പീന എന്ന് പറഞ്ഞാലും ഭക്ഷണം, അതേപോലെ ആ കാലഘട്ടത്തുണ്ടായിരുന്നിട്ടുള്ള പീന എന്തൊക്കെയായിരുന്നു, വസ്ത്രങ്ങൾ, കല്യാണം, അതേപോലെ വിനോദങ്ങൾ, അതേപോലെ മതാചാരങ്ങൾ, മതാഘോഷങ്ങൾ, റിസം റിവാജ്, അന്നത്തെ രീതികൾ, അന്നത്തെ ജാഗ് ജീത്തി എന്ന് വെച്ചാൽ ജീവിതം, ആദാബ് വൈത്തുവാർ. ആദാബ് വൈത്തുവാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്തുള്ള ബഹുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നത്, പെരുമാറ്റം, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളതായിരുന്നു ഓരോ ദാസ്താനുകളും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു 4 ദാസ്താനുകളെ ഉദാഹരണപ്പെടുത്തിയാണ്. നമുക്ക് ആദ്യം ആ 4 ദാസ്താനുകൾ ഏതാണെന്നും ആ 4 ദാസ്താനുകളിൽ എന്താണ് കഥ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും കഥ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതിൽ 1-2 കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കി വരാം. അതിനുശേഷം നമുക്ക് ഈ കഥകളിലൂടെ എന്ത് സാമൂഹിക പ്രതിഫലനമാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടെ നോക്കാം. ദാസ്താനോമെ മുആശറത് കി അക്കാസി എന്ന പാഠഭാഗത്തിൽ ഏകദേശം 4 ദാസ്താനുകളിലൂടെയാണ് ഈ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കതിൽ ഓരോ ദാസ്താനുകളും ചെറിയ രീതിയിൽ അതിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ആ കഥ ഒന്ന് നോക്കിപ്പോകാം. അജായിബുൽ ഖസസ് എന്നുള്ള കഥ, ഷാഹ് ആലം സാനിയുടെ അജായിബുൽ ഖസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹത്താവ ഹത്തൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു ബാദുഷി ഉണ്ടായിരുന്നു. ആ ബാദുഷിയുടെ പേരാണ് മുസഫർ ഷാ. മുസഫർ ഷായ്ക്ക് ഔലാദുകളൊന്നും ഉണ്ടായിരുന്നില്ല, മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ രാജ്യാവകാശം തൻ്റെ മന്ത്രിയെ ഏൽപ്പിക്കാം. അങ്ങനെ അദ്ദേഹം തൻ്റെ ഇഷ്ടപ്പെട്ട മന്ത്രിയെ രാജ്യാവകാശം ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മന്ത്രി പറയുകയാണ്, മന്ത്രിക്കും ഈ രാജഭരണത്തിൽ താല്പര്യമൊന്നുമില്ല. കാരണം മന്ത്രിയും ഈ രാജാവിനെ പോലെ തന്നെ മക്കളൊന്നുമില്ലാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ 2 പേരും കൂടി, മുസഫർ ഷായുടെ വസീറും കൂടി വേറെ, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ മക്കളുണ്ടാകാൻ വേണ്ടി ചികിത്സയായിരുന്നില്ലല്ലോ ചെയ്യാം, പകരം കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അപ്പം അങ്ങനെ അവർ ഒരുപാട് പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം അവർക്ക് 2 പേർക്കും 2 കുട്ടികൾ ഉണ്ടാകുന്നു, 2 ആൺകുട്ടികൾ ഉണ്ടാകുന്നു. ഒന്ന് ഷജാ ഉഷംസും അതേപോലെ അഖ്തർ സഈദും. ഷജാ ഉഷംസ് എന്ന് പറയുന്നത് ബാദുഷയുടെ മകനും വസീറിൻ്റെ മകനാണ് അഖ്തർ സഈദ്. അങ്ങനെ അവർ 2 പേരും വളർന്നു വലുതാവുന്ന സമയത്ത് 2 പേരും വേട്ടയിലൊക്കെ വളരെ പ്രിയമുള്ള കുട്ടികളാണ്. ആ സമയത്താണ് ഇതേപോലെ ഈ രാജാവിനെ പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്ന വേറെ ഒരു രാജാവും മന്ത്രി ഉണ്ടായിരുന്നു. അത് റോമിലെ രാജാവായിരുന്നു. റോമിലെ രാജാവും മന്ത്രിക്കും ഇതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവരും ഇതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം അവർക്ക് 2 പെൺകുട്ടികളാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതിലെ പെൺകുട്ടി, രാജാവിൻ്റെ മകളാണ് മലിക്ക നിക്കാർ, വസീറിൻ്റെ മകളാണ് മുഷ്തരി.
അപ്പം ഇവർ രണ്ടുപേരും നല്ല ഈ ആ, ഇവിടുത്തെ മുസഫർ ഷായുടെയും വസീറിൻ്റെയും മക്കളെ പോലെ ഈ മക്കളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം മുസഫർ ഷായുടെ മകനായ ഷുജാ ഉൽ ഷംസ് സ്വപ്നത്തിൽ ഈ മലിക്ക നിഗാറിനെ കാണുകയാണ്. അങ്ങനെ മലിക്ക നിഗാറിനെ കാണുന്ന സമയത്ത് ഷുജാ ഉൽ ഷംസിന് മലിക്ക നിഗാറിനെ വളരെയധികം ഇഷ്ടമാവുകയും മലിക്ക നിഗാറിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റോമിലെ രാജാവിന് ഇവർ ദൂതനെയൊക്കെ അയക്കുന്നുണ്ട്, പൈആം ബേജ്താഹെ. പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഷുജാ ഉൽ ഷംസും അഖ്തർ സഈദും കൂടെ മലിക്ക നിഗാറിനെ സ്വന്തമാക്കാനായിട്ട് ആ റോമിലേക്ക് പോവുകയാണ് കഥ. അപ്പം ഇത്രയാണ് കഥ കിട്ടുന്നുള്ളൂ. കാരണം 4 അബുവാബുകൾ അല്ലെങ്കിൽ 4 വാല്യങ്ങളിലായിട്ട് എഴുതപ്പെട്ടു എന്നാണ് ഈ കഥ പറയുന്നത്. മുൻഷി സഖാഉള്ള പറയുന്നത് ഷാ ആലം സാനി 4 വാല്യങ്ങളായിട്ടാണ് ഈ കഥ എഴുതിയത്, ഈ ദാസ്താൻ എഴുതിയത് എന്നാണ്. പക്ഷേ 2 എണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആ പോകുന്ന സമയത്ത് ഈ രാജകുമാരനെ ആസ്മാൻ പരിക്ക് ഇഷ്ടാവുന്നുണ്ട് കേട്ടോ. ഷുജാ ഉൽ ഷംസിന് ആസ്മാൻ പരിക്ക് ഇഷ്ടാവുന്നുണ്ട്. ആസ്മാൻ പരി ഒരുപാട് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് ഷുജാ ഉൽ ഷംസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വഴിനീളം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് റോമിലെത്തി ആ മലിക്ക നിഗാറിനെ സ്വന്തമാക്കുകയാണ്. പക്ഷേ ആ സംഭവങ്ങളൊന്നും നമുക്കിപ്പോൾ ലഭ്യമല്ല. അപ്പം ഇത്രയുമാണ് അജായിബുൽ ഖസസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്തത് അതുപോലെ ബാഉ ബഹാറിൽ 4 ദർവേഷുകളുടെയും ആസാദ് ബുഹത്തിൻ്റെയും ഹോജ സിഖ് പരസ്തിൻ്റെയും കഥയാണ് ഈ ബാഉ ബഹാർ. ഇതിലും ഈ ഔലാദിൻ്റെ ഈ കുട്ടിയുടെ സ്വഭാവം ശരിയാക്കാനായിട്ട് കുട്ടിയുടെ സ്വഭാവം ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ വേറെ ചികിത്സയൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ പ്രാർത്ഥനയും ദർവേഷിനടുത്ത് പോകലൊക്കെയാണ്. അപ്പം അതാണ് ഈ കഥയിലെ ഉള്ളടക്കം. ഇതിൽ റോം, യമൻ, അജം, ഫാർസ് അവിടുത്തെ കഥയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനിലെ ഹിന്ദുസ്ഥാനിലെ സമൂഹത്തിന് പുറമെ ഈ രാജ്യങ്ങളിലെയും മുആശിറത്തുകളെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഫസാന അജായിബിൻ്റെ കഥ നമ്മുടെ പുസ്തകത്തിൽ കൊടുക്കുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷേ അത് ലക്നൗ തഹ്സീബും ജബാനിനെ കുറിച്ചുമാണ്. ലക്നൗ തഹ്സീബ് അറിയാലോ, ലക്നൗവിലെ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ബാസാറ്, അവിടുത്തെ ലിബാസ്, അതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നേർചിത്രം. പിന്നെ ലക്നവി ജബാൻ വളരെ ബുദ്ധിമുട്ടുള്ള ജബാനാണ്. അപ്പോൾ ആ ജബാനിൽ തന്നെയാണ് ഈ ഫസാന അജായിബ് റജബ് അലി ബേഗ് സൂറ എഴുതിയിരിക്കുന്നത്. അടുത്തത് ബോസ്താനെ ഹയാൽ. ഈ ബോസ്താനെ ഹയാലിൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു ദാസ്താനാണ് ബോസ്താനെ ഹയാൽ. മുഹമ്മദ് തക്കി ഹയാലാണ് എഴുതിയത്. അതിനെ ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആദ്യം തർജ്ജമ ചെയ്തത് ആലം അലി ആയിരുന്നു. ഇത് സഹദത്തുൽ ഹയാൽ എന്നുള്ള പേരിലായിരുന്നു. അതിനുശേഷം പക്ഷേ ഇതിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള തർജ്ജമ എന്ന് പറയുന്നത് ഹോജ അമാനുദ്ദീനിൻ്റെ ബോസ്താനെ ഹയാലാണ്. അപ്പോൾ അതിൽ മുഈസുദ്ദീൻ എന്നുള്ള ഒരു കഥാപാത്രമാണ്. ഈ മുഈസുദ്ദീൻ എന്നുള്ള കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കഥയും ഇതിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ 4 കഥകൾ, 4 ദാസ്താനുകളുടെയും ഒരു ചെറിയൊരു ഐഡിയയാണ് തന്നത് കേട്ടോ. 4 കഥകൾ, 4 ദാസ്താനുകളും നമ്മൾ പരിചയപ്പെട്ടു. 4 ദാസ്താനുകളും പരിചയപ്പെട്ടു. അപ്പം ഇതിലെല്ലാം ഓരോരോ സാമൂഹിക പ്രതിഫലനങ്ങളാണ് ദാസ്താൻ നിഗാർ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദാസ്താൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ത്വവാലത്ത് എന്ന് വെച്ചാൽ ആ നീളം, ഒന്നുമായി ബന്ധപ്പെടുത്തി ഒരു ചങ്ങല പോലെ നീട്ടി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ദാസ്താൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അതേപോലെ പേച്ചീദഗി, അതിലുള്ള സങ്കീർണത. അതേപോലെ മാഫൂഖ് ഫിത്തരി അനാസിർ എന്ന് വെച്ചാൽ അമാനുഷികമായിട്ടുള്ള ഘടകങ്ങൾ. നമ്മളിപ്പോൾ 1001 രാവുകൾ അങ്ങനെയുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതിൽ ഹുസ്നുൽ ജമാലിനും ബദറുൽ മുനീറും അല്ലേ, ഹുസ്നുൽ ജമാലിനെ ജിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത്,
അങ്ങനെ കുറേ പാമ്പുകളുടെ കഥാപാത്രങ്ങൾ, അങ്ങനെ അതൊക്കെയാണ് സങ്കീർണത എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹുസ്നുൽ ജമാലിൻ്റെ ആ ഒരു കഥയെ തന്നെ പല പല കഥകളായി ബന്ധിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് ത്വവാലത്ത് എന്നുള്ളത്. മാഫൂഖ് ഫിത്തരി അനാസിർ എന്ന് പറയുന്നത് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഭൂതം, അതേപോലെ പാമ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, പാമ്പിനൊക്കെ 10 തല അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മാഫൂഖ് ഫിത്തരി അനാസിർ. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഓരോ ദാസ്താനുകളും നിർമ്മിച്ചിട്ടുള്ളത് എങ്കിലും ഈ മൂന്ന് ഗുണങ്ങൾ എന്തും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ മാഫൂഖ് ഫിത്തരി അനാസിർ മാത്രമല്ല അതിലൂടെ പറയുന്നത്, ആ കാലഘട്ടത്തിലെ നമ്മുടെ കൾച്ചർ എന്തായിരുന്നു, നമ്മുടെ തഹസീബ് എന്തായിരുന്നു, അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി മുആശിറത്ത്, ഹിന്ദുസ്ഥാൻ്റെ സമൂഹം ഈ കഥകളിൽ എങ്ങനെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കസീർ ലിസാനി, കസീർ മസ്ഹബി ഔർ കസീർ സക്കാഫത്തി മുൽക്ക് അറിയാലോ. എന്ന് വെച്ചാൽ ഒരുപാട് ഭാഷകളും ഒരുപാട് മതങ്ങളും ഒരുപാട് കൾച്ചറുകളും ഒക്കെയുള്ള, ഒരുപാട് ആചാരങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ. അവരെല്ലാവരും മറ്റുള്ളവരുമായി ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഓരോ മതത്തിൽ ഓരോ ആഘോഷങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം മറ്റുള്ള മതക്കാരും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അവരുടെ ഇഷ്തിറാക്കും ഇത്തിഫാക്കും നമുക്ക് കാണാൻ കഴിയും. ഇഷ്തിറാക്ക്, ഐക്യവും ഒരുമയൊക്കെ നമുക്കതിലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഈ അജായിബുൽ ഖസസ് എന്നുള്ള ഈ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ കഥ വളരെ സലീസ് ഔർ സാദാ ജബാനാണ്. അതിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ പറയുന്നത്. സലീസ് എന്ന് വെച്ചാൽ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന, ഫഹമായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന, വളരെ ലഘു, എന്താ പറയുക, നല്ല സിമ്പിൾ ലാംഗ്വേജിലാണ് ബയാൻ ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്തെ സമൂഹത്തിനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ദില്ലിക്ക് അവാം വ ഹവാസ് മേ രായിജ് റോസ്മുറും और മുഹാവറും को बड़ी आमदगी के साथ पेश किया है. ഇതിൽ ഷാഹാലം സാനി ദില്ലിയിലെ ജനങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, റോസ്മുറ, മുഹാവറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ പ്രചാരത്തിലുള്ള കുറച്ച് ഭാഷാ ശൈലികളുണ്ടാവും. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയില്ലേ. അതേപോലെ മത്തം കുത്തിയാൽ കുമ്പളം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ റോസ്മുറകളും മുഹാവറകളൊക്കെ ദില്ലിയിലുണ്ടായിരുന്നു. അതെല്ലാം ഷാഹ് ആലം സാനി ഇതിൽ വളരെ വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലഘട്ടത്തെ ആളുകൾ, അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലെ ആളുകൾ അവരുടെ സംസാരം എങ്ങനെയായിരുന്നു, അവരുടെ റോസ്മുറ മുഹാവറകളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നെല്ലാം അന്നത്തെ ആളുകളുടെ സംസാര രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ അവരുടെ എല്ലാ ഡ്രസ്സുകൾ, അതുപോലെ ഭക്ഷണം എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാ കാര്യങ്ങളും എല്ലാ ദാസ്താനുകളിലും ഏത് നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഏത് ഭാഗത്തെയാണോ ദാസ്താൻ എഴുതുന്നത് അതിലെല്ലാം നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും. പിന്നെ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്ന ഒന്നാണ് हामिला खवातीन के पास जिस नौ का ख्याल रखता है, एक बच्चा की विलादत के लिए जिस नौ की तैयारियां की जाती हैं. ഇതെല്ലാം അതിലുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് മുസഫർ ഷായ്ക്കും അതുപോലെ തന്നെ വസീറിനും കുട്ടികളില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അതേപോലെ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്, അന്ന് കാലഘട്ടത്തെ എന്തൊക്കെ ചെയ്യുമായിരുന്നു, അതെല്ലാം ഈ എന്താ പറയുക അജായിബുൽ ഖസസിൽ ഉണ്ടായിരുന്നു. ഇനി ബാഓ ബഹാറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാഓ ബഹാർ നമുക്കറിയാം 19वीं सदी 19-ാം നൂറ്റാണ്ടിലായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചാർ ദർവേഷിൻ്റെയൊക്കെ കഥകളാണെന്ന്. അതിൽ ഒരു ആദ്യത്തെ ദർവേഷിൻ്റെ കഥയെടുക്കുന്ന സമയത്ത് ആ ദർവേഷ് അവരുടെ ബഹൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തിൽ ആ ബഹൻ കാണിക്കുന്ന ആതിഥ്യ മര്യാദകൾ അതിൽ വളരെ എന്താ പറയുക
ദീർഘമായി വിവരിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഹിന്ദുസ്ഥാൻ മേ മെഹ്മാൻ കി ആമദ് പർ ഉസ്കെ സാത്ത് കിസ് കിസ്ം കാ ഹംദരാനി സലൂക്ക് കിയാ ജാത്താ ഹേ. നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുന്ന സമയത്ത് ഇന്ത്യയിലെ ആളുകൾ അവരെ എങ്ങനെയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്, അവരോട് എങ്ങനെയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനുള്ള ഒരു നേർചിത്രമാണ് ഇതിലൂടെ നൽകുന്നത്. അതേപോലെ മെഹ്മാൻ കി ഹാത്തിർ മുദാറത്ത് കെ ലിയെ കിൻ കിൻ ചീസേം കാനോം ഔർ ദേഗർ എഹ്തിമാമാത്ത് കി ബി ബയാൻ കിയാ ഹെ. എന്നുവെച്ചാൽ അതിഥി വരുന്ന സമയത്ത് നമ്മൾ അവരെ എങ്ങനെ സൽക്കരിച്ചിരിക്കുന്നു, അതേപോലെ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു, എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അതെല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ 19वीं सदी के निस्फ अव्वल के हिंदुस्तान में आज जैसी आमद व रफ्त की सहूलत नहीं. ഇനി പിന്നെ അതിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, 19ാം നൂറ്റാണ്ടിലെ ആ സമയത്ത് 19ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തൊന്നും ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും, യാത്രാ സൗകര്യങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ആളുകൾ പൈതൽ ഔർ ഗോഡോം അല്ലേ, എന്നുവെച്ചാൽ പൈതൽ പറഞ്ഞാൽ കാൽനടയായിട്ടും യാത്രയ്ക്ക്, അതുപോലെ കുതിര, ഇതിന് രണ്ടിനെയാണ് ഇതിൽ രണ്ടിലും, അതേപോലെ തന്നെ പുഴകളിലൂടെ നമ്മൾ വെള്ളത്തിലൂടെയൊക്കെ പോകുന്നില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു യാത്രാ മാർഗങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായിരുന്നു. ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട വീട്ടിലേക്ക് നല്ല രീതിയിൽ തിരിച്ചെത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ദർവേഷ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അവരുടെ ബഹൻ എന്ത് ചെയ്യുന്നുണ്ട്, ബഹൻ അവരുടെ കയ്യിൽ ഒരു കുറച്ച് പൈസ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതേമാതിരി നെറ്റിയിൽ മോര് തേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സമയത്തുണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലെ കുറച്ച് തഅവീസ് ഗണ്ടവും അവർ മസ്ഹബി റിവായത്തുമായിരുന്നു. തഅവീസ് ഗണ്ട് അന്നത്തെ കുറച്ച് ആചാരങ്ങളായിരുന്നു. അതേപോലെ അവരുടെ യാത്ര സലാമത്താവാനായിട്ട് ഫാത്തിഹ ഓതുന്നുണ്ട്. അത് അപ്പോഴത്തെ മസ്ഹബി റിവായത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിലൂടെ ബാഒ ബഹാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, പല അന്യരാജ്യങ്ങളിലും പോകുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല ആചാരങ്ങളുണ്ടല്ലോ അല്ലേ, അത് മനസ്സിലാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. നമ്മൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള ഒരു പൈആം കൂടി ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. ഇനി അടുത്തത് ഫസാന അജായിബിലുള്ള സാമൂഹിക പ്രതിഫലനം എന്ന് പറയുന്നത്, അതിൽ ലക്നൗ തഹസീബാണ്. ലക്നൗവിലെ തഹസീബ്, സംസ്കാരവും ഒക്കെ ആചാര രീതികളൊക്കെയാണ് അതിൽ വരുന്നത്. അതേപോലെ ലക്നൗ ജബാൻ വളരെ കഷ്ടമുള്ള ഭാഷയാണ് മനസ്സിലാക്കാൻ. അപ്പോൾ ആ ജബാൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ അവിടുത്തെ ആദാബ് വൈത്വാർ, ബാസാറും കി ചഹൽ പഹൽ. നമുക്കറിയാം ലക്നൗ എന്ന് പറയുന്നത് വളരെ ഹൂഷ്ഹാലിയിൽ അല്ലേ, വളരെ സന്തോഷത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ദില്ലിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെയൊക്കെയാണ് അവിടുത്തെ ആളുകൾ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ ലക്നൗ അങ്ങനെ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി വർണ്ണപ്പകിട്ട് കൂടുതലായിരുന്നു. അവിടുത്തെ ജനങ്ങളെല്ലാം സുഖലോലുപരായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ വിനോദങ്ങൾ അതെല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയിലെ മതമുള്ള ആളുകൾ, മതമില്ലാത്ത ആളുകൾ, എന്നാൽ മതമുണ്ട് എന്നാൽ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ എല്ലാ രീതികളും അവരുടെയൊക്കെ പെരുമാറ്റങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, അവർ പട്ടമൊക്കെ ഉയർത്തി കളിക്കുന്നുണ്ട്. പട്ടമൊക്കെ ഉയർത്തി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയി നിസ്കാരം കഴിഞ്ഞ് ഓടി തിരിച്ചു വരുന്നു. എന്നുവെച്ചാൽ ഉണ്ട് ഇല്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതെല്ലാം അതിൽ വിവരിക്കുന്നുണ്ട്. അടുത്തത് ബോസ്താനെ ഹയാലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബോസ്താനെ ഹയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുഹമ്മദ് തക്കി ഹയാലിൻ്റെ, അത് മുഹമ്മദ് ഷാ മുഗൾ ബാദുഷയുടെ കാലഘട്ടത്തായിരുന്നു അദ്ദേഹം ഈ ബോസ്താനെ ഹയാൽ എന്നുള്ള ഫാർസി ദാസ്താൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് ഉറുദുവിലേക്ക് ഹോജ അമാനുദ്ദീന് തർജ്ജമ ചെയ്തത്. അപ്പോൾ അതിലും പറയുന്നത് എന്താണ്, ഇഷിയായെ ഹൂർദനിഷ് ഔർ ആദാബ് ദസ്തർ ഹവാം കി തഫ്സീലിയാത്ത്. ഇതിൽ പറയുന്നത്, നമ്മൾ ഭക്ഷണം ഡൈനിങ് ഹാളിൽ എത്തിക്കുന്ന സമയത്ത്
അപ്പം കാണിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അതൊരു സംഭവത്തിലൂടെയാണ് വിവരിക്കുന്നത്. ഭക്ഷണമായി എന്ന് പറഞ്ഞ് രാജ്ഞിയോട് പറയുന്ന സമയത്ത് രാജ്ഞി പറയുന്നുണ്ട് ബിസ്മില്ല എന്ന് ചൊല്ലി ഭക്ഷണം വിരിപ്പിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ പറയുന്ന പോലെ സുർബിയാൻ ബിരിയാണി, കബാബ്, അതുപോലെ ചാവൽ, അച്ചാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ അപ്പത്തെ കാന പീനയുടെ എല്ലാ റിസംവ റിവാജും അതിൽ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദ് ഇറാനി മുആശിറത്ത്, ഹിന്ദ് ഇറാനി നമുക്കറിയാലോ, ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വന്നതിന് ശേഷമാണ് ഹിന്ദ് ഇറാനി എന്നുള്ള ഒരു വിഭാഗം ഉണ്ടായത്. അവരുടെ മുആശിറത്ത്, ആ സമൂഹത്തിൻ്റെ അംദ അക്കാസി കീഹെ, അവരുടെ ഉന്നതി എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്, അവരുടെ ഓരോരോ കാര്യങ്ങളും ഇതിൽ വളരെയധികം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദാസ്താനുകളും എന്താണ്, ഓരോ കാലഘട്ടത്തിലെയും കൾച്ചർ എന്താണ് എന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. അതിൽ വളരെയധികം പേച്ചീദഗിയും അതേപോലെ മാഫൂഖ് ഫിത്തരി അനാസിറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒരുപാട് നുണകളുടെ ഒരു കോട്ട തന്നെയാണ് ശരിക്കും ദാസ്താൻ. എങ്കിലും അതിനൊക്കെ പുറമെ ആയിട്ട് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ദാസ്താൻ വായിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും ദാസ്താൻ ഏക്ക് ഹാസ് അഹദ് കി തഹസീബ് വ മുആശറത്തി താരീഖ് മർത്തബ് കർ സക്തേ ഹം. ദാസ്താനുകൾ ഈ കഥകളുടെ എന്താ പറയുക, കഥകളുടെ ചീട്ടുകൊട്ടാരം അല്ലേ, അതിന് പുറമേ എന്തുകൂടെ തരുന്നുണ്ട് നമ്മുടെ മുന്നിലേക്ക്, ആ കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക എല്ലാ പ്രാധാന്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ചരിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഉത്തമ മാർഗം കൂടിയാണ് ദാസ്താൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ദാസ്താനുമ്മയും മുആശിറത്ത് കി അക്കാസി എന്നുള്ള പാഠഭാഗമായിരുന്നു. നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും ദാസ്താനുകളിൽ ഏത് രീതിയിലാണ് സമൂഹത്തിൻ്റെ പ്രതിഫലനം നടന്നിട്ടുള്ളതെന്ന്. ഇപ്പം 4 വ്യത്യസ്ത ദാസ്താനുകൾ എടുത്തിട്ടാണ് ഈ ഓരോതും നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. അപ്പോൾ ആ ദാസ്താനുകൾ എന്താണെന്നുള്ളത് ഒറ്റ നോട്ടത്തിലൊന്ന് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുമല്ലോ.